കേറ്ററ്റ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാലും മിസ്റ്റേക്സ് വന്നു, ഇപ്പം നിങ്ങളുടെ ഫോട്ടോയുടെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ജനന തീയതിയുടെ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും എറർ വന്നു, പക്ഷേ പരീക്ഷ എഴുതി നിങ്ങൾ ക്വാളിഫൈഡ് ആവുന്ന സാഹചര്യം വരുന്നു. എന്നാൽ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളെ തള്ളിക്കളയോ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആക്കുമോ എന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് പേരല്ല ഈ വെരിഫിക്കേഷനോട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം, എങ്ങനെയൊക്കെ വെരിഫിക്കേഷൻ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. ഇപ്പം എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മുഴുവൻ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കേറ്ററ്റ് അപേക്ഷാ സമർപ്പണ സമയത്ത് തെറ്റുപറ്റിയാൽ അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തടയാനുള്ള കാരണമാകുമെന്നുള്ളതാണ്. അങ്ങനെയല്ല, നിങ്ങൾക്കത് തിരുത്തിക്കൊണ്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു എന്താ പറയുക നോട്ടിഫിക്കേഷൻ വരും, അതായത് ഇന്ന ഡേറ്റിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഓരോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ഡേറ്റിനെ കുറിച്ച് വരും. ആ സമയത്ത് ആ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ പോയിട്ട് വെരിഫൈ ചെയ്യണം. ഈ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനെ കുറിച്ചും ഡൗട്ട്സ് ഉള്ള എല്ലാ ഏരിയയെ കുറിച്ചും ഞാൻ പറയാം. നിങ്ങൾ മറ്റേതെങ്കിലും വിഷയത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം, ഞാനതിന് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് നോക്കൂ. ജനന തീയതി, പേര്, ഫോട്ടോ എന്നിവ അപേക്ഷാ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയവർക്ക് തെറ്റ് തിരുത്തി പുതിയ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ നടത്തി നൽകുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് തള്ളിപ്പോകുന്ന സാഹചര്യം അല്ല, മറിച്ച് ഇത് തിരുത്തി പുതിയ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് തരും. അങ്ങനെ വെരിഫിക്കേഷൻ നടത്താൻ നിങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ യോഗ്യതകൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് അത് പ്രകാരമുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും എല്ലാം നിങ്ങൾ വിദ്യാഭ്യാസ ഓഫീസിൽ കൊണ്ടുചെല്ലണം. അതേപോലെ ഹോൾ ടിക്കറ്റും കൊണ്ടുചെല്ലണം. ഹോൾ ടിക്കറ്റിൽ ഈ പറയുന്ന ജനന തീയതി, പേര്, ഫോട്ടോ ഒക്കെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമാക്കാൻ പറ്റും നിങ്ങൾക്ക്. അത് പരീക്ഷാഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിനുശേഷം വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് ഓരോന്നിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജനന തീയതി തിരുത്തുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 100 രൂപയുടെ ചെല്ലാൻ ആ ഒരു റെസിപ്റ്റിലൊക്കെ എടുത്തിട്ട് അതിൽ ആ ഫീസ് അടച്ച ശേഷം സ്വന്തം അഡ്രസ്സ് എഴുതി രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം സമർപ്പിച്ചു കഴിഞ്ഞാൽ ജനന തീയതിയിലുണ്ടായ എറർ നിങ്ങൾക്ക് തിരുത്തിയെടുക്കാൻ പറ്റും. അതേപോലെ പേര് തിരുത്താനായിട്ട് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 100 രൂപയുടെ ചെല്ലാൻ എന്താ ഈ ഒരു ഇതിൽ നിങ്ങൾ അത് കൊടുത്തിട്ട് ആ ഫീസ് അടച്ചിട്ട് അസൽ SSLC സർട്ടിഫിക്കറ്റിലെ കേറ്ററ്റ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്ന് തന്നെയാണെന്ന് സ്വയം സത്യപ്രസ്താവന ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ സാക്ഷ്യപ്പെടുത്തിയതൊക്കെ നടത്തിക്കൊണ്ട് സ്വന്തം അഡ്രസ്സ് എഴുതി രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് തിരുത്തിക്കൊണ്ട് വെരിഫിക്കേഷൻ നടത്താനുള്ള അവസരം അവിടെയുണ്ട്. പിന്നെയുള്ള ഫോട്ടോ തിരുത്തുക എന്നുള്ളതാണ്. ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, ഫോട്ടോ വ്യക്തമായിരിക്കണം. ആ ഫോട്ടോ CD-യിലാക്കി സമർപ്പിക്കണം. ഈ ഫോട്ടോ പതിച്ച പരീക്ഷ എഴുതിയ സെന്ററിന്റെ ഈ ഫോട്ടോ പതിച്ച് പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകൻ നൽകുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം. അപ്പോൾ ഇച്ചിരി നടപ്പുണ്ട്. കാരണം നിങ്ങൾ എഴുതിയ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ പ്രഥമ അധ്യാപകനെ കണ്ട് അതിന്റെ ഒപ്പൊക്കെ മേടിച്ച് നിങ്ങൾ പോകണം. അങ്ങനെ ഒരു പ്രൊവിഷൻ കിടപ്പുണ്ട്. ഹോൾ ടിക്കറ്റ് റിസൾട്ട് എന്നിവയുടെ പകർപ്പ് സമർപ്പിക്കണം. സ്വന്തം അഡ്രസ്സ് എഴുതി രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ ഉണ്ടാവണം. 100 രൂപ കൊടുത്തിട്ട് അതിന്റെ ചെല്ലാനൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ട് വെച്ച് സ്വന്തമായിട്ട് അപേക്ഷിച്ച് നടത്തി കഴിഞ്ഞാൽ ഈ ഫോട്ടോ തിരുത്താം, ജനന തീയതി തിരുത്താം, പേരിലെ തെറ്റൊക്കെ തിരുത്താം. ഈ 3 തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പ്രശ്നമില്ല. നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ജാതി, കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതായത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ OBCയുടെ പരിഗണന കിട്ടുന്ന 82 മാർക്ക് കൊണ്ട് OBC വിജയിക്കും. പക്ഷെ നിങ്ങൾ കൊടുക്കാത്തതിന്റെ പേരിൽ, കൊടുത്തപ്പോൾ തെറ്റിപ്പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടാത്തതിന്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആയിട്ടാണ് കാണിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. നിങ്ങൾ കാറ്റഗറി കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് തെളിയിക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് തിരുത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൂടിയൊക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്തൊക്കെ ഹാജരാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു. ഞാൻ പിന്നീട് വെരിഫിക്കേഷൻ ടൈം ആവുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാം. അതിൽ നമുക്ക് വിശദീകരിച്ച് ആ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം ഉദ്ദേശിക്കാത്ത കാര്യം മാത്രമാണ്. നിങ്ങൾ വരുത്തിയ ഈ മിസ്റ്റേക്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് ഇല്ലാതാവുന്നില്ല. അത് ക്ലിയർ ചെയ്ത് അതിനകത്ത് തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് പുതിയ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ കുറച്ച് മെനക്കെടേണ്ടി വരും, ശ്രമിച്ചാൽ മതി. പിന്നെ ഹോൾ ടിക്കറ്റ് ആരും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ടൈമിൽ ഉറപ്പായിട്ടും ആവശ്യമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടെ ഇന്ന് പറയാനുള്ള ഉദ്ദേശ കാര്യം.
ഇതേപോലെ വെരിഫിക്കേഷൻ ടൈമിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.